നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ക്യാൻവ ഫ്രീ ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. നമ്മൾ ക്യാൻവയിൽ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നത് പഠിച്ചു. പലർക്കുള്ളൊരു ആകാംക്ഷയാണ്, ഒരു ആശങ്കയും കൂടെയാണ്, മലയാളത്തിൽ ക്യാൻവയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. നമുക്ക് മലയാളം പറ്റുമോ എന്ന് നോക്കാം. ആദ്യം നമുക്ക് മലയാളം ആണല്ലോ കിട്ടേണ്ടത്. അതിനുവേണ്ടി നമുക്കൊരു മലയാളം എഡിറ്റിംഗ് സൈറ്റ് ഉണ്ട്, അതൊന്ന് ഉപയോഗിക്കാം. മലയാളം ടൈപ്പിംഗ് എന്ന് അടിച്ചാൽ തന്നെ ആദ്യം വരുന്നൊരു സൈറ്റ് ഉണ്ട്. ഈ സൈറ്റ് ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ എഴുത്തുണ്ട്, അതിൽ easymalayalamtyping.com എന്നുള്ള വെബ്സൈറ്റ് ഉണ്ട്. നമുക്കിത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണിക്കുക. അതിൽ നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണിക്കും, ഇല്ലെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യും, ഇങ്ങനെ ആയിരിക്കും കാണിക്കുക. ഓക്കെ, നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം പോസ്റ്റർ നോക്കാം. ജസ്റ്റ് ഒരു പോസ്റ്റർ, ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റർ നമുക്ക് ആദ്യം നോക്കാം. ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റർ, ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്ററോ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്ററോ ഒക്കെ എടുക്കാം. ജസ്റ്റ് ഒരു മോഡൽ മാത്രമാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു രീതിയിൽ ഇതിനെ കാണണം. മലയാളം എങ്ങനെയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യാൻ പാടില്ല എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ശ്രമിക്കുന്നത്. അപ്പോൾ അത് സാഹൂതം നിങ്ങൾ വീക്ഷിക്കുക, അതിനനുസരിച്ച് ചെയ്യാം. ഇതിനുശേഷം ഞാനൊരു പോസ്റ്റർ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഉള്ളവർക്ക് തരും. അപ്പോൾ ഗ്രൂപ്പിലുള്ളവർ എന്ത് ചെയ്യുക, അത് അതേപോലെ എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴാണ് നിങ്ങളുടെ കാലിബർ ഒന്നും കൂടി ബൂസ്റ്റ് ആവും. നമ്മൾ വെറുതെ ക്ലാസ് കേട്ടത് കൊണ്ട് മാത്രം ഒരിക്കലും ബെനിഫിറ്റ് ഉണ്ടാവില്ല. മറിച്ച് നമ്മൾ ക്ലാസ് കേട്ടതനുസരിച്ച് വർക്ക് ചെയ്യണം. സാധാരണ ഒരു പോസ്റ്റർ, ഇവിടെ കോഴ്സുകൾക്കുള്ള പോസ്റ്ററാണ് സാധാരണ എല്ലാവരും കൂടുതലായിട്ട് സെർച്ച് ചെയ്യേണ്ടാവും. കോഴ്സിന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കോഴ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് പോസ്റ്ററുകൾ വരും. അതിൽ പ്രീമിയം കണ്ടന്റ് ഉണ്ടാവും, ഫ്രീ കണ്ടന്റ് ഉണ്ടാവും. ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ എനിക്കെല്ലാം ഫ്രീ ആണ്. ഞാൻ ഈ ഒരു പോസ്റ്ററാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് സൂം ചെയ്യുന്നുണ്ട്. സൂം ചെയ്യാൻ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് നമ്മളുടെ ലാപ്ടോപ്പിൻ്റെ സൂമിങ് ഓപ്ഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ഈ ഓപ്ഷൻ ഉപയോഗിച്ച് സൂം ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് കുറേ ടെക്സ്റ്റുകൾ കാണാം. ഈ ടെക്സ്റ്റുകളൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാം. ഇതിപ്പോൾ ലോഗോ, സ്ഥാപനത്തിൻ്റെ പേരൊക്കെ ആണെങ്കിൽ അതൊക്കെ കൊടുക്കാനുള്ള ഒരു ഏരിയ ആണ്. അത് നമ്മളവിടെ അതിനനുസരിച്ച് കൊടുക്കാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഈ ക്യാൻവയുടെ സൈറ്റിൻ്റെ പ്രത്യേകത, ഫുൾ ടൈം അത് ലോഡായിരിക്കും. ആപ്പിൽ ഉപയോഗിക്കുന്നത് പോലെ ആവില്ല, കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുമ്പോൾ നന്നായി ലോഡാവും. അപ്പോൾ മലയാളം ടൈപ്പ് ചെയ്യാം. നമുക്ക് എന്ത് കോഴ്സാണ്, ഒരു ഫ്രീ ഇംഗ്ലീഷ് കോഴ്സ് എന്ന് ടൈപ്പ് ചെയ്യാം. ഫ്രീ ഇംഗ്ലീഷ് കോഴ്സ്. ഇതിവിടെ മലയാളത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മംഗ്ലീഷ് ടൈപ്പിംഗ് ആണത്. ഇത് നമ്മൾ കോപ്പി ചെയ്യാം. കോപ്പി ചെയ്ത ശേഷം നമ്മുടെ ഡിസൈൻ ചെയ്യുന്ന ടെംപ്ലേറ്റിലേക്ക് കൊണ്ടുവരാം. അതിന് പേസ്റ്റ് ചെയ്യാം. ഫ്രീ ഇംഗ്ലീഷ് കോഴ്സ് കണ്ടില്ലേ, ഈസി ആയിട്ട് നമ്മൾ മലയാളം ഇവിടെ കൊണ്ടുവന്നു. ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുതാക്കാനും ചെറുതാക്കാനൊക്കെ പറ്റും. ബോൾഡാക്കണമെങ്കിൽ ബോൾഡാക്കാം, അല്ലെങ്കിൽ സാധാ പോലെ തന്നെ ആക്കാം. ആ കോഴ്സിന് മാത്രമുള്ള ഇതിനോട് ഒപ്പിച്ച് വലുതാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിൽ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യാം. അതേപോലെ ലൈൻ സ്പേസിങ്, ലെറ്റർ സ്പേസിങ് എല്ലാം ശരിയാക്കാം. കൊടുത്തു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് പല മിസ്സിങ്ങും ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇതൊരു നോർമൽ ഫോണ്ടാണ്. നമുക്ക് എന്തുകൊണ്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെയുള്ള അടിപൊളി മാഗസിൻസിലൊക്കെ കാണുന്ന നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫോണ്ടുകൾ എന്തുകൊണ്ടാക്കിക്കൂടാ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും, സ്വാഭാവികം.
അപ്പോൾ അതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഇത് നോർമൽ ഫോണ്ടാണ്. ഈ ഫോണ്ട് ഈ രൂപത്തിൽ ക്യാൻവയിലേക്ക് കൊണ്ടുവന്നാൽ ഇങ്ങനെ തന്നെ നിൽക്കും. ഇതിൽ യാതൊരുവിധ മാറ്റങ്ങളും നമുക്ക് വരുത്താൻ കഴിയില്ല. മലയാളം ഫോണ്ടുകൾ ഇതിൽ ഇഷ്ടം പോലെ ഉണ്ട്. മലയാളം ഫോണ്ട് ഉപയോഗിക്കണം എന്ന് താല്പര്യമുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഒന്നുകിൽ ക്യാൻവ പ്രോ എടുക്കണം. ക്യാൻവ പ്രോ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊല്ലത്തിൽ 4000 രൂപ അല്ലെങ്കിൽ മാസത്തിൽ ഒരു 500 രൂപ കൊടുത്തുകൊണ്ട് പർച്ചേസ് ചെയ്യുന്ന സിസ്റ്റമാണ് ക്യാൻവ പ്രോ. ഇനി ക്യാൻവ പ്രീമിയം ഉണ്ട്. ക്യാൻവ പ്രീമിയം എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ലെവലിൽ വരുന്നതാണ്. ക്യാൻവ പ്രീമിയം ആണ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും ഒരു 199 രൂപ മാത്രം ചിലവഴിച്ച് കഴിഞ്ഞാൽ ലൈഫ് ടൈം ആയിട്ട് ഉപയോഗിക്കാം. നമ്മളിവിടെ ലൈഫ് ടൈം ആയിട്ടുള്ള പ്രീമിയം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് പ്രീമിയം ലൈഫ് ടൈം ആയിട്ട് നമ്മളോട് സ്പോട്ട് ആക്ടിവേഷൻ ചെയ്ത് തരുന്നതാണ്. നിങ്ങളുടെ മെയിൽ ഐ ഡിയും ഇതിൻ്റെ കൂടെ നൽകുക. ഉടനെ നിങ്ങൾക്ക് സ്പോട്ട് ആക്ടിവേഷൻ നൽകും. പേയ്മെൻറ്റ് 199 രൂപ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്പോട്ട് ആക്ടിവേഷൻ ചെയ്യാം. അപ്പോൾ ഈ ഫ്രീ കണ്ടന്റ്, അതായത് ഫ്രീ ക്യാൻവ ഉപയോഗിക്കുന്നവർക്ക് ഈ സംഭവം ഉപയോഗിക്കാൻ കഴിയില്ല. ബ്രാക്കറ്റും അതുപോലെ ഫോണ്ടൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. അപ്പോൾ ഇനി എങ്ങനെ മലയാളം ഫോണ്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം എന്ന് നോക്കാം. ഞാൻ ആദ്യമുള്ള ഇതിവിടെ കളഞ്ഞു. ഇംഗ്ലീഷ് മംഗ്ലീഷ് ടൈപ്പിംഗ് ഉണ്ട്, അതൊക്കെ കളഞ്ഞു. ഇനി നമ്മൾ പുതിയതായി പരിചയപ്പെടാൻ പോകുന്നത് കുറ്റി പെൻസിൽ എന്ന് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന ആദ്യത്തെ കുറ്റി പെൻസിൽ എന്ന് അടിച്ചു കൊടുത്താൽ kuttipencil.in എന്നുള്ള ഒരു വെബ്സൈറ്റ് കാണാം. ഈ വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യാം. ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ 1 2 3 4 5 6 7 ഏഴാമത്തെ ഓപ്ഷനായിട്ടുള്ള ഗൂഗിൾ കീബോർഡ് ഉണ്ട്. അതെടുക്കുക. ഗൂഗിൾ കീബോർഡ് എടുത്ത ശേഷം നേരത്തെ നമ്മൾ അടിച്ച അതേ സംഭവം, ഫ്രീ ഇംഗ്ലീഷ് കോഴ്സാണല്ലോ നമ്മൾ നേരത്തെ അടിച്ച് ചെയ്യുന്നത്, അത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടേക്ക് കൊണ്ടുവരാം. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ഇതിനെ കൺവെർട്ട് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ഈ രണ്ടാമത്തെ ഓപ്ഷൻ, 1 2 ഒക്കെ എടുക്കാം. രണ്ടാമത്തെ ഓപ്ഷനാണ് കൂടി സൂട്ടബിൾ. എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കും. അതിൽ ലാസ്റ്റ് കോപ്പി ടെക്സ്റ്റ് ഉണ്ടാവും. അത് എടുത്തിട്ട് ഇവിടെ കൊടുത്ത് പേസ്റ്റ് ചെയ്യാം. ഇവിടെ കൊടുത്ത് പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഇതുവരെ പരിചയമില്ലാത്തത് ഒരു തെറി പോലെ തോന്നുന്ന രീതിയിലുള്ളൊരു ടെക്സ്റ്റാണ് കാണുന്നത്. ഇതെടുത്ത ശേഷം നമ്മൾ ഫോണ്ട് മാറ്റാം. ഇപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ഫോണ്ടുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിൽ മലയാളത്തിൻ്റെ ഫോണ്ടുകൾ ഉണ്ടാവും. ഇവിടെയാണ് ഇത് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോഴാണ് അട്രാക്റ്റീവ് ആയിട്ടുള്ള മലയാളം ഫോണ്ടുകൾ നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഫോണ്ട് സെലക്ട് ചെയ്യേണ്ടത് എന്ന് പറയാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റർ സ്പേസിങ്, ലൈൻ സ്പേസിങ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ ഈ ടെക്സ്റ്റൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഇതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിത് വെറുതെ ഒരു മോഡൽ കാണിക്കാൻ മാത്രം. ഇവിടെ ഇഷ്ടംപോലെ ഫോണ്ടുകളുണ്ട്. എല്ലാ ഫോണ്ടുകളും നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് ഫോണ്ടായാലും അതെടുക്കാം. മലയാളത്തിൽ ഇഷ്ടംപോലെ ഫോണ്ടുകളുണ്ട്. കണ്ടില്ലേ? ഇപ്പോൾ നേരത്തെ നമ്മൾ എടുത്ത ഫോണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇതിന് നമ്മൾ എഫക്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാവും. ഉണ്ടല്ലേ? കുറച്ചും കൂടി കട്ടി കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ കളറിനെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി കട്ടി കൂടും. കട്ടി കുറക്കാൻ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. തിക്നെസ് കുറക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. നമുക്ക് തൽക്കാലം നേരത്തെ ഉള്ള ഡീഫോൾട്ട് ആയിട്ടുള്ള കളറിനെ കൊടുക്കാം. ഇത് കൊടുത്താൽ മതി. ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള ഒരു കാണിച്ചു തരികയാണ്. ഇവിടെ ഇതിൽ നമുക്ക് ഡബിൾഐസിൽ നമുക്ക് മാറ്റം വരുത്താം. മാത്തമാറ്റിക്സ്, സയൻസ് ഇതൊക്കെ കൊടുക്കാം. മാത്തമാറ്റിക്സ് കണക്കാണ്. അപ്പോൾ കണക്ക് നമ്മളിവിടെ കൊടുക്കുന്നു. അത് ഇവിടെ കൺവെർട്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഉണ്ടല്ലേ? ഇതിൻ്റെ ഫോണ്ട് സൈസ് എത്രയാണ് അതേ സൈസ് തന്നെ ഇവിടെയും കൊടുക്കാം. ഇവിടെ മലയാളത്തിൽ ഫോണ്ട് എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് എടുക്കാം. ഇതെടുക്കാം, തൽക്കാലം ഇതെടുക്കാം. ഓക്കെ,
കണക്ക്, സയൻസ്, ശാസ്ത്രമാണ്, ശാസ്ത്രം എന്ന് കൊടുക്കാം. അതും കൺവേർട്ട് ചെയ്ത് കയറ്റുന്നു. ഇനിയിപ്പോൾ ഒരേ ഫോൺ തന്നെയാണ് ആവശ്യമുള്ളത് എന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാം. അതിന് ഡ്യൂപ്ലിക്കേഷൻ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ സെയിം ആവും. ഇനി ലാംഗ്വേജ്, ഭാഷ, അതെടുത്ത് കൺവേർട്ട് ചെയ്ത് കോപ്പി ചെയ്ത് ഇവിടെ കൊടുത്ത് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്നത്. ഇതൊക്കെ ഈ ഡ്യൂപ്ലിക്കേഷനൊക്കെ ഷോർട്ട് കട്ടാണ്. ഇതൊക്കെ നിങ്ങളെ പഠിച്ചു വെക്കാം. ഡ്യൂപ്ലിക്കേറ്റ്, ഈ പ്ലസ് വെക്കിയാൽ ഡ്യൂപ്ലിക്കേഷൻ കിട്ടും. അതുപോലെ നെക്സ്റ്റ് ഇനിയുള്ളത് ഫിസിക്സ് ആണ്. ഫിസിക്സ് തൽക്കാലം ഫിസിക്സ് എന്ന് തന്നെ കൊടുക്കാം. ഇവിടെ കൊണ്ടുവന്ന് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്നു. നെക്സ്റ്റ് ബയോളജിയാണ്. ബയോളജി അങ്ങനെ കൊടുക്കണം. നമ്മൾ ഇംഗ്ലീഷിലുള്ള ബയോളജി കൊടുത്താൽ ചിലപ്പം വേറെ എന്തെങ്കിലും ആയിരിക്കും വരിക. അത് കൺവേർട്ട് ചെയ്യുന്നു. കോപ്പി ടെക്സ്റ്റ് ചെയ്ത് ഇവിടെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്കിതൊന്ന് വലുതാക്കി ഇതിൻ്റെ സൈസും ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്കിത് മൊത്തം സെലക്ട് ചെയ്ത് ഒപ്പം ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ സെലക്ട് ചെയ്യുക. അപ്പോൾ തന്നെ മനസ്സിലാവും എവിടെയൊക്കെയാണ് തെറ്റുള്ളത്. സൈസ് കറക്റ്റ് അല്ലാത്തൊക്കെ ഉണ്ടാവും. കറക്റ്റാക്കി ഇനി അതൊന്ന് ഓൾ സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പാക്കി കഴിഞ്ഞാൽ ഇത് സെലക്ട് ചെയ്യുമ്പോൾ എല്ലാം ഒപ്പം പോരും. ഓക്കെ, ഇനി നമുക്ക് ആവശ്യമില്ലാത്ത നേരത്തെയുള്ള അത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഫ്രീ ഇംഗ്ലീഷ് കോഴ്സ് നമ്മൾ വെറുതെ കൊടുത്തതാണ്. നമുക്ക് സൗജന്യ ഓൺലൈൻ കോഴ്സ് എന്ന് കൊടുക്കാം. ഉണ്ടല്ലേ, ഈ ഫോണ്ട് ഇതിന് സ്യൂട്ടായതല്ലായിരിക്കും. അതുകൊണ്ടാണ് കുറച്ച് അങ്ങനെ കാണിക്കുന്നത്. നമുക്ക് സ്യൂട്ടായതുകൊണ്ടല്ല, നമ്മൾ കൊടുക്കണത്തുള്ള മിസ്റ്റേക്സ് ആണ്. അലൈൻമെൻ്റൊക്കെ കറക്റ്റ് ആയി. ഇതൊരു മോഡലാണ്, അതുകൊണ്ട് ഇതിനാരും സീരിയസ് ആക്കി എടുക്കരുത്. ഇതിനെ ആ രൂപത്തിൽ എല്ലാവരും കാണാം. എങ്ങനെയാണ് ഇനി നമുക്കിവിടെ വെബ്സൈറ്റ് ഒക്കെ കൊടുക്കാനുള്ള ഈ വെബ്സൈറ്റ് എന്ത് ചെയ്യാം, പിന്നെ നമ്പർ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്പർ മാറ്റാം. ഓക്കെ, അങ്ങനെ കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഷെയർ ബട്ടൺ നിർത്തി ഡൗൺലോഡ് എടുക്കാം. ഡൗൺലോഡ് എടുത്ത് PNG ആണ് നമുക്ക് വേണ്ടത്. ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നോർമൽ പോസ്റ്ററായിട്ട് ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം.
നമുക്ക് അതിൻ്റെ ലാസ്റ്റ് റിസൾട്ട് കാണാം. ലാസ്റ്റ് റിസൾട്ട് ഇപ്പോൾ ഈ കാണുന്നതാണ്. ഓക്കെ, ഇങ്ങനെയാണ് മലയാളം ക്യാൻവയിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ചെയ്യാറുള്ളത്. ഇതിൽ ഒരുപാട് 200-ലധികം മലയാളം ഫോൺസ് ഉണ്ട്. നമുക്ക് ഈ വെബ്സൈറ്റും സിസ്റ്റമൊക്കെ കുറച്ച് ഹാങ് ആയതുകൊണ്ടാണ് ഇതിങ്ങനെ കുറച്ച് ടൈം എടുക്കുന്നത്. അതാരും വിഷയമാക്കണ്ട. നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. കുറ്റി പെൻസിൽ എന്നുള്ള വെബ്സൈറ്റാണ് നിങ്ങൾ ഇതിൽ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, കൂടാതെ മലയാളം ഫോണ്ട് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടാമതൊരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം. ഒന്നുകിൽ ക്യാൻവ പ്രോ എടുക്കണം, അല്ലെങ്കിൽ ക്യാൻവ പ്രീമിയം എഡ്യൂക്കേഷൻ ലെവലിൽ എടുക്കണം. ക്യാൻവ പ്രോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാസം 500 കൊടുക്കാം, അല്ലെങ്കിൽ വർഷം 4000 കൊടുക്കാം. പ്രീമിയം എടുക്കുകയാണെങ്കിൽ വെറും 199 കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് കാലാകാലത്ത് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാൻ ഏത് ഉപയോഗിക്കണം എന്നുള്ളത് വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഓപ്ഷനാണ്. ക്യാൻവ പ്രീമിയം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഗ്രാഫിക് ഡിസൈനറുടെയും സഹായം തേടാതെ എല്ലാം ചെയ്യാം. നമുക്കിതിൽ ലോഗോ ഡിസൈനിങ്, വീഡിയോ എഡിറ്റിങ് എല്ലാം പറയുന്നുണ്ട്. ഒക്കെ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ മലയാളം കയറ്റുന്നത് ഇങ്ങനെയാണ്. ഇത് നമ്മളിവിടെ തന്നെ നമ്മുടെ പ്രീമിയം നമ്മുടെ ഒരു ടീമാണ്, ടീം വർക്കാണ്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഫോൺസും നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ കീഴിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ലൈഫ് ടൈം സപ്പോർട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് പ്രീമിയത്തിന് വേണ്ടി നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം. മലയാളം ഫോണ്ടുകൾ ആഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. 199 രൂപ മാത്രം നൽകിക്കൊണ്ട് നിങ്ങൾക്ക് പ്രീമിയം സെറ്റിൽ ചെയ്യാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചാപ്റ്റർ ഇവിടെ നിർത്തുന്നു. നന്ദി.